അങ്ങനെ കടമത്ത് ദ്വീപിൻ്റെ ഈ സൈഡിലുള്ള ബീച്ച് കണ്ടിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അടുത്തൊരു കോളേജ് ഉണ്ട്, അത്ര നല്ല ഭംഗിയുള്ള കോളേജാണെന്ന് പോലും, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ താഴത്തേക്ക്. ഇതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടും മനുഷ്യന്മാർ നോക്കിയൊക്കെ. ഇത് ഈ കടമത്ത് ദ്വീപിലെ ഹോസ്റ്റലാട്ടോ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത്. കോളേജിൻ്റെ ഹോസ്റ്റൽ നല്ല ഭംഗിയായിട്ട് കാണാൻ കേട്ടോ. മാഷാ അല്ലാ, നല്ല രസമുള്ള ബിൽഡിങ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബിൽഡിങ്. അപ്പോൾ എന്നിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അടുത്ത് വേസ്റ്റുകൾ നോക്കിയൊക്കെ കണ്ട. വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, എന്താ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് നാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതൊന്ന് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഈ കുട്ടികളെ വിളിച്ച് എല്ലാറ്റിനെയും വിളിച്ച് നിന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുക. കോളേജിലുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ട് ക്ലീൻ ചെയ്യുക. അതാണ് വേണ്ടത്. വേസ്റ്റ് വിതറുന്ന സ്വഭാവം നിർത്തണം. ഇത്രയും മൊഞ്ചുള്ള നാട് ഇങ്ങനെയൊക്കെ വേസ്റ്റ് വിതറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചീഞ്ഞ് നാർത്തല്ലേ. മാഷാ അല്ലാ, വെൽക്കം. എങ്ങോട്ടേക്ക്? ബ്യൂട്ടിഫുൾ മാർവലസ് ഗ്രൗണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ, വിദ്യാഭ്യാസ സ്ഥാപനം. പ്ലാസ്റ്റിക് കവറുകൾ, വിദ്യാഭ്യാസ സ്ഥാപനം. പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. ഇതാണ് ഞാൻ കണ്ട അടുത്ത കാഴ്ച. പിന്നെ ഞങ്ങളൊന്ന് കയറി നോക്കി, ആ വീഡിയോയും കാണിച്ചു കേട്ടോ.